Here's what really happened when I joined my first ground school. Hi, I'm a student pilot from Kerala and welcome to SkyTales episode 4. ഞാൻ എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ അറൌണ്ട് 4 ഗ്രൗണ്ട് ക്ലാസ്സസ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഫോർ ഡിഫറെന്റ് സബ്ജക്ട്സ് ഒബ്വിയസ്ലി. അതിൽ ഏറ്റവും മോശമായി തോന്നിയ സ്ഥലത്തെ പറ്റിയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. സോ വാട്ട് റിയലി ഹാപ്പൻഡ്? ഏതൊരു ഫീൽഡ് ആയാലും അതിലോട്ട് ശരിക്കും ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ദ റിയൽ സൈഡ് ഓഫ് ഇറ്റ്, right? So when I started, I thought I was doing the right thing. Before joining, I even contacted some of their old students and they all gave me good opinions as well. അതുകൊണ്ടാണ് പിന്നെയും ഒന്നും നോക്കാണ്ട് അവിടെ തന്നെ ജോയിൻ ചെയ്തത്. അവിടെ ചെന്നപ്പോ കണ്ടത് ഒരു കൺഫൈൻഡ് സ്പേസിൽ 100+ സ്റ്റുഡൻസ് ആൻഡ് ക്ലാസ്സസ് ആണെങ്കിൽ ഒരു വക മനസ്സിലാവുകയുമില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു ഇങ്ങേരിത് ഏത് ഭാഷയിലാണ് സംസാരിക്കണേന്ന്. ഇനീഷ്യലി ഐ തോട്ട് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ പുവർ ഹിന്ദി നോളജ്. പിന്നെയാണ് മനസ്സിലായ ഈവൻ ദ നേറ്റീവ് ഹിന്ദി സ്പീക്കേഴ്സ് വർ ക്ലൂലെസ്. അത് കേട്ടപ്പോ എനിക്കൊരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അവര് പ്രോപ്പറായിട്ടൊന്നും പഠിപ്പിക്കുകയുമില്ല. And I expect us to score 90+ mark for every subject to earn the scholarship. അവർക്കറിയാം അവരുടെ ടീച്ചിങ്സ് വെച്ച് പിള്ളേർ ആരും 90 above മാർക്ക് വാങ്ങൂല. ഈ ഒരു ഫീൽഡിൽ ജെനുവിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ കുറവാണ്. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കൊടുത്ത കാശിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത് ഒരൊറ്റ ക്ലാസ്സിലായിരുന്നു. ദാറ്റ് വൺ വാസ് ഫോർ technical general. I hope my experience helps someone out there make better decisions than I did. Follow SkyTales for more real aviation stories and let's aviate together, my loves.